ഡിമാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 45 ദിവസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്നുള്ളൊരു സീരീസിലുള്ള വീഡിയോയാണ്. വേർഡ് പ്രസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ വരുന്ന SEO ആണ് നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെ ടൈപ്പിലുള്ള SEO ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഓൺ പേജ് SEOയിൽ വരുന്ന കണ്ടൻറ്റ് SEO, ഇമേജ് SEO, വീഡിയോ SEO, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കാനുള്ളത്. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ ഓർഗാനിക് ട്രാഫിക് കിട്ടാൻ അത്ര വലിയ പ്രയാസങ്ങളൊന്നുമില്ല. കാരണം നമ്മളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. നമ്മൾ ഈ പഠിക്കുന്ന ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ ടൂള് പഠിക്കുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ്. ഗൂഗിളിൽ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഗൂഗിളിൽ ഒരു പരസ്യം ചെയ്യേണ്ട ഏരിയയാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത്. ഗൂഗിൾ ആഡ്സിൽ ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു എന്താ പറയുക ഓപ്ഷനുണ്ട്. അതാണ് കീവേഡ് പ്ലാനർ. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീവേഡ് എന്താണെന്ന് പഠിച്ചിരുന്നു. അപ്പം ഷോർട്ട്, മിഡ്, ലോങ് അല്ലേ കീവേഡുകൾ വരുന്നുണ്ട്. അപ്പം ഈ കീവേഡുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനാണോ വേറൊരാൾ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കി ഇപ്പം നെറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സൈറ്റ് കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആൾക്കാർ എന്തെല്ലാമാണ് സെർച്ച് ചെയ്യുന്നത്, ഈ കാര്യം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറിൽ പോകുന്നതായിരിക്കും ഏറ്റവും സുഖം. കാരണം ഗൂഗിളിൻ്റെ സെർച്ച് വേർഡുകൾ അല്ലെങ്കിൽ ആ സെർച്ച് റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്, സെർച്ച് കീവേഡുകൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മളുടെ ഗൂഗിൾ കീവേഡ് പ്ലാനർ. അപ്പോൾ നമ്മളൊരു വെജിറ്റബിൾ കട നടത്തുകയാണെങ്കിൽ ഈ വെജിറ്റബിളിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാമാണ് സെർച്ച് വരുന്നത്, ഫ്രൂട്ട് കടയാണെങ്കിൽ ഫ്രൂട്ടിനെ ബേസ് ചെയ്തത്. ഇപ്പം നമ്മളിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോട്ടയ്ക്കൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെല്ലാം സെർച്ചാണ് വരുന്നത്, ഡിമാക് അക്കാദമി അതിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം സെർച്ചാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അത് നമുക്കൊരു എക്സൽ ഷീറ്റിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം. അതിൽ തന്നെ നമുക്ക് വരുന്ന 10-15 വാക്കുകൾ, ഒരു കീവേഡുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏറ്റവും കുറവ് സെർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏറ്റവും ആ ഒരു മിഡിൽ നിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള, ഏറ്റവും നല്ലത് ആ ഒരു മിഡിൽ നിൽക്കുന്ന കീവേഡായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലി കാണിക്കുമ്പോൾ തന്നെ അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്നു, ആ കീവേഡുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളുടെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാം. ഞാൻ കൂടുതൽ ഡയലോഗ് അടിച്ചിട്ട് സമയം കളയുന്നില്ല. ഗൂഗിൾ കീവേഡ് പ്ലാനർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സെർച്ച് കീവേഡുകൾ കണ്ടെത്തേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്കത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനുശേഷം അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളുടെ കോണ്ടൻറ്റുകളിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഗൂഗിൾ എടുക്കുന്നു. ഗൂഗിൾ കീവേഡ് പ്ലാനർ ഗൂഗിൾ ആഡ്സിലാണ് ഉള്ളത്. ഗൂഗിൾ ആഡ്സ് എടുത്തു. നമ്മൾ ഗൂഗിൾ ആഡ്സ് ഇന്ത്യ ജസ്റ്റ് എന്ത് ചെയ്തു, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിനകത്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മൾ അകത്തേക്ക് പോയിട്ട് ടൂൾസിലേക്ക് പോകും. ടൂൾസിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഓരോ ടൂൾസുകളുണ്ട്. ഇതിൻ്റെ ടൂൾസുകളെല്ലാം നമ്മൾ ഗൂഗിൾ ആഡ്സുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ടൂൾസിനകത്ത് കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സപ്പോസ് നമ്മൾ ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഷോപ്പാണ് നടത്തുന്നത്. അപ്പം വെജിറ്റബിൾ ഷോപ്പിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം കീവേഡുകളാണ് സാധാരണ ഒരാൾ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്? ഒരുപാട് കീവേഡ് പ്ലാനർ പ്രോഗ്രാംസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ
ഒരൊറ്റ ഒന്ന് ഈ ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ മാത്രം നോക്കിയാൽ മതി നമുക്ക് നമ്മളുടെ ഗൂഗിളിനകത്ത് നമ്മളുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സെർച്ച് വോളിയം ഫോർകാസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കീവേഡ് എത്രത്തോളം പോയിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് കീവേഡ്, അല്ലാന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് കീവേഡ്സുകൾ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. പുതിയ കീവേഡുകൾ, ഈ പുതിയ കീവേഡുകളാണ് നമുക്ക് ശരിക്കും ആവശ്യം വരുന്നത്. ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഓരോ കീവേഡുകൾ സെർച്ച് ചെയ്തതും എല്ലാം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ അതിൻ്റെ ഒരു പ്ലാനായിട്ട് വന്ന് കിടക്കുന്നുണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കീവേഡ് ഇവിടെ സെർച്ച് ചെയ്യുക. ഓരോ കീവേഡും കഴിഞ്ഞിട്ട് കോമ ഇടുക. അപ്പോൾ അതൊരു കീവേഡ് കണ്ടൻ്റായിട്ടത് മാറും. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് വെജിറ്റബിൾ ഷോപ്പ് എന്ന് സെർച്ച് ചെയ്തു, ഒരു കോമ ഇട്ടു, സ്പേസ് അടിച്ചു. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, വെജിറ്റബിൾ ഷോപ്പ് എന്ന് വന്നിട്ടുണ്ട്. ദെൻ ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഷോപ്പ് ജസ്റ്റ് ഒരു കോമ ഇട്ടിട്ടുണ്ട്, കൊടുത്തു. ഇപ്പോൾ 2 ഞാൻ സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ആഡ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ഷോപ്പ് കോട്ടയ്ക്കൽ. ഓക്കെ, സെമിക്കോണിട്ട് ഇട്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ 3 കീവേഡ് ഇവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിൻ്റെ അടിയിൽ നോക്കുക, നമ്മൾ അവിടെ ഒരു നമ്മളുടെ വെബ്സൈറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്, വേണമെങ്കിൽ കൊടുക്കാം, അതിനാവശ്യം വരുന്നില്ല. ഇപ്പം മുകളിൽ തന്നെ ഇതിൻ്റെ സജഷൻസ് ഉണ്ട്. ഓക്കെ, ഈ വെജിറ്റബിൾ ഷോപ്പ്, ഫ്രൂട്ട് ഷോപ്പ്, ഇതാണ് ഇപ്പം സെർച്ച് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലാണ് നമ്മളുടെ ഈ ഇത് കിട്ടേണ്ടത്. ഇനി കറക്റ്റ് നമുക്ക് നമ്മളുടെ ലൊക്കേഷനിൽ ഇതിൻ്റെ ഏതെല്ലാം കീവേഡ് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യ എന്നുള്ളത് മാറ്റുക. ഇനിയിപ്പം മലപ്പുറം ജില്ലയാണെങ്കിൽ ഇവിടെ ഒരു ലൊക്കേഷൻ എടുക്കുക, അവിടെ മലപ്പുറം എന്നുള്ളത് കൊടുക്കുക. കണ്ടോ, മലപ്പുറം ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം ആ ഒരു ടൗൺ ബേസ് ചെയ്തിട്ട്, ഇനിയും അതല്ലാന്നുണ്ടെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമുക്ക് നോക്കാം ഉണ്ടോ എന്നുള്ളത്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഇല്ല. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ദെൻ എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പം റിമൂവ്ഡ് ആൻഡ് ഓക്കെ, കുറച്ച് കീവേഡുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടിയിൽ ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, ഫ്രൂട്ട് അറേഞ്ച്മെൻറ്റ് ഡെലിവറി, ഫ്രൂട്ട് ബാസ്ക്കറ്റ് നിയർ മീ, ഫ്രൂട്ട് ഡെലിവറി നിയർ മീ. ഇതൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡുകളാണ്. അപ്പോൾ ഈ കീവേഡുകളിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം നമ്മൾ എടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ എന്ത് ചെയ്യാം, കീവേഡുകൾ ഇതിനകത്ത് സജഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾ സ്റ്റോറ്, ഫ്രൂട്ട് സ്റ്റോറ്, വെജിറ്റബിൾ ഫ്രൂട്ട്, ഗ്രോസറി ഷോപ്പ്, മീറ്റ് ഷോപ്പ്, അവക്കാഡോ ഷോപ്പ്. അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ ഈ അവക്കാഡോ ഷോപ്പും കൂടെ വരുന്നുണ്ട്. അതും കൂടെ എന്ത് ചെയ്തു, നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് റിസൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രൂട്ട് ഷോപ്പ്, അവക്കാഡോ ഷോപ്പ് എന്നും കൂടെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്കത് സ്ട്രെയിൻ ആയിരിക്കും. നേരെ എന്ത് ചെയ്യുക, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം, എക്സൽ ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കൊടുത്തു, ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് CSV കൊടുത്തു. ഇവിടെ ഇപ്പോൾ പ്രിപ്പയറിംഗ് റിപ്പോർട്ട് വരുന്നിട്ടുണ്ട്, ഡൗൺലോഡിങ് റിപ്പോർട്ട്. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഞാനിവിടെ കീവേഡ് സ്റ്റാറ്റസ്, ഓക്കെ, അതിൻ്റെ തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എന്നും കൂടെ കൊടുക്കുകയാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇത്രയും ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഇത് മിനിമൈസ് ചെയ്തു. നമ്മളുടെ ടെസ്റ്റ് കീവേഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി എന്ത് ചെയ്യണം, ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ഹെഡിങ്ങുകൾ നമുക്ക് ആവശ്യം വരുന്നില്ല, അത് ഡിലീറ്റ് ചെയ്തു. ഇത് സെലക്ട് ചെയ്തു, ഫസ്റ്റ് റോ സെലക്ട് ചെയ്തു. ഇവിടെ സോർട്ട് ആൻഡ് ഫിൽറ്റർ ഉണ്ട്, അതിനകത്ത് ഫിൽറ്റർ കൊടുത്തു. ഓക്കെ, ഇവിടെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, ലോ എന്ന് പറഞ്ഞാൽ അധികം ആരും സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അതിനൊരു സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. അൺനോൺ, അത് ലോയും അല്ല, മീഡിയം അല്ല, ഹൈയും അല്ല എന്നുള്ള നിലയിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫസ്റ്റ് ഇവിടെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പരസ്യം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ കീവേഡിലാണ്, ഈ കിടക്കുന്ന കീവേഡിൽ.
പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് കുറേ കൂടുതലാണ്. ബട്ട് അതിൻ്റെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ഈ ഹൈയിലേക്ക് വരുമ്പോൾ. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ലോ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് സെർച്ച് കൂടുതലുമാണ്. അതേമാതിരി തന്നെ ഇതിൻ്റെ നമ്മൾ ഈ സെർച്ചിലേക്ക് എത്താനുള്ള സാധ്യതയും ഹൈയിനേക്കാളും കൂടുതലായിരിക്കും. ദെൻ മൂന്നാമത്തത് ലോ ആണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ചിങ് വളരെ കുറവാണ്. സെർച്ചിങ്ങിൻ്റെ നമ്പർ 50, ആവറേജ് മന്ത്ലി സെർച്ച് 50 ആൾക്കാരെ സെർച്ച് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ നമ്മൾ വന്നിട്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സെലക്ട് ചെയ്യേണ്ട 2 കാര്യം ഇവിടെ, ഒന്ന് ഹൈയും ഒന്ന് മീഡിയവും മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കീവേഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട്, കണ്ടല്ലോ, ഇത്രയും കീവേഡ് വന്നിട്ടുണ്ട്. ഇത് ഈ കീവേഡുകൾ വെച്ചിട്ടായിരിക്കണം ഈ കീവേഡിൽ ഏതെല്ലാം കീവേഡാണ് നമുക്ക് ആവശ്യം വരുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ആ കീവേഡുകൾ നമ്മളുടെ കോണ്ടൻറ്റിനകത്ത് ഫലവത്താകുന്ന വിധത്തിൽ ഒന്നിൽ ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടൻറ്റിനകത്ത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഈ കീവേഡുകൾ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കോണ്ടൻറ്റ് എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് നമ്മളുടെ എഴുതുന്ന സെൻറ്റൻസ് 20 വാക്കുകളിൽ കൂടാൻ പാടില്ല. ഒന്ന്, സെൻറ്റൻസ് ക്ലിയർ ആയിരിക്കണം, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവരുത്, സിമ്പിൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാവൂ, ആർക്കും മനസ്സിലാവണ ഇംഗ്ലീഷ് ഉപയോഗിക്കാവൂ, വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യം ഇല്ല. മൂന്നാമത്തത്, ആക്റ്റീവ് വോയിസിലായിരിക്കണം നമ്മളുടെ സെൻറ്റൻസുകൾ എഴുതുന്നത്, പാസീവ് വോയിസിൽ എഴുതരുത്. പാസീവ് വോയിസിൽ എഴുതിയാൽ അത് റോബോട്ടുകൾക്ക് മനസ്സിലാക്കാനും പ്രയാസമാണ്, അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ, അസാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആക്റ്റീവ് വോയിസ് അല്ലാത്ത പാസീവ് വോയിസിൽ എഴുതിയിരിക്കുന്ന സൈറ്റുകൾക്ക് റാങ്കിങ് കിട്ടാൻ സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സിമ്പിളായിരിക്കണം, 20 വാക്കുകളിൽ കുറവായിരിക്കണം ഒരു സെൻറ്റൻസ്, ആക്റ്റീവ് വോയിസിലായിരിക്കണം എഴുതേണ്ടത്, സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കണം, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം, വളരെ കടുകട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വേണം എഴുതാൻ. പക്ഷേ ഈ കണ്ടൻറ്റുകളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കീവേഡുകൾ 10ഓ 15ഓ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരണം. ഒരേ സെൻറ്റൻസ് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിങ്ങിന് പുറത്തേക്ക് പോകും. അതേസമയം ഒരേ സെൻറ്റൻസ് തന്നെ പലതാക്കിയിട്ട് പല അർത്ഥം വരുന്ന വിധത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്നത്. പിന്നെ ആവശ്യമില്ലാതെ കീവേഡുകൾ സ്റ്റഫ് ചെയ്യുന്നത് മാതിരി നമ്മൾ കോണ്ടൻറ്റുകൾ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാലും നമ്മൾ റാങ്കിങ്ങിൽ പുറകിലായി പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്യുക, നമുക്കിവിടെ ആവശ്യമുള്ളത് ഫ്രൂട്ട് ഡെലിവറി നിയർ മീ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, നമ്മളെ കാണിക്കണം. ഓക്കെ, വെജിറ്റബിൾ സീഡ്സ് നമുക്കില്ല, പിന്നെ ഡ്രൈഡ് മിക്സഡ് ഫ്രൂട്ട് അതില്ല, ആമസോൺ ഇല്ല, ബദാം പ്രൈസ് 1 kg. ഓക്കെ, അത് നമ്മൾക്ക് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അവക്കാഡോ അത് കൊടുക്കുന്നുണ്ട്, ബ്ലൂബെറീസ് അത് കൊടുക്കുന്നുണ്ട്, അവക്കാഡോ ഓൺലൈൻ ഷോപ്പിംഗ് അത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഓരോന്നോരോന്ന് സെർച്ച് ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളുടെ കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കീവേഡ് വെച്ചിട്ട് വീണ്ടും സെർച്ച് ചെയ്തിട്ട് ഇതേമാതിരി ഒരു എക്സൽ ഷീറ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മളത് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കുക. ഫിൽറ്റർ ചെയ്തെടുത്ത് നമ്മൾ ഇത്രയും കീവേഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഈ കീവേഡുകൾ എങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റ് ക്രിയേഷൻ സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ കോണ്ടൻറ്റുകൾ എഴുതുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, ബൈ.